പ്രിയ ദൈവജനമേ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ സക്കറിയ പുരോഹിതന് ലഭിക്കുന്ന മംഗളവാർത്തയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അവിശ്വാസത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. നീതിമാന്മാരായി ജീവിച്ചിട്ടും മക്കളില്ലാത്ത ദുഃഖത്തിലായിരുന്ന സക്കറിയായോടും എലിസബത്തിനോടും പിതാവായ ദൈവം കരുണ കാണിക്കുന്ന നിമിഷമായിരുന്നു അത്. എന്നാൽ ദൈവദൂതനായ ഗബ്രിയേൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പ്രാർത്ഥന കേട്ടു എന്നറിയിച്ചിട്ടും സ്വന്തം ബലഹീനതകളിലേക്ക് നോക്കി സംശയിച്ചതിനാൽ സക്കറിയ മൗനിയായി താൽക്കാലികമായി മാറുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറാൻ വൈകുമ്പോൾ നാം നിരാശരാകാറില്ലേ? എന്നാൽ ദൈവം തൻ്റെ സമയത്ത്, ദൈവത്തിൻ്റെ സമയത്ത് അസാധ്യമായവ സാധ്യമാക്കുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവചനം വിശ്വസിക്കാൻ മടിക്കുന്നവർക്കുള്ള താക്കീതും അതേസമയം പ്രാർത്ഥന ഉപേക്ഷിക്കാത്തവർക്കുള്ള വലിയൊരു സമ്മാനവുമാണ് സ്നാപക യോഹന്നാൻ്റെ ജനന വാർത്ത. ഈ ശേഷഭാഗം നൽകുന്ന പ്രധാന പാഠം ദൈവത്തിൻ്റെ പദ്ധതികളിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നതാണ്. സക്കറിയായുടെ മൗനം ഒരു ശിക്ഷ എന്നതിലുമുപരി ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയാനുള്ള ഒരു ധ്യാന വിചിന്തന കാലമായിരുന്നു എന്ന് നമുക്ക് കാണാം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്ന ഈ അന്ത്യകാല നിമിഷങ്ങളിൽ നമ്മുടെ അവിശ്വാസങ്ങളെയും പാപങ്ങളെയും ഉപേക്ഷിച്ച് മനസ്താപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ വരവിനായി വഴിയൊരുക്കിയ സ്നാപക യോഹന്നാനെ പോലെ നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാൻ നമുക്കും പരിശ്രമിക്കാം. സംശയങ്ങൾ വെടിഞ്ഞ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. കർത്താവിൻ്റെ കരുണ പ്രകാശിക്കുന്ന ആ വലിയ ദിവസത്തിനായി പ്രത്യാശയോടെ നമുക്കും കാത്തിരിക്കാം. നമ്മുടെ വിശ്വസ്തതയ്ക്ക് ദൈവം തീർച്ചയായും വലിയ പ്രതിഫലം നൽകുമെന്ന ഉറപ്പോടെ നമുക്ക് ആത്മീയമായി ഒരുങ്ങാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.